ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് ഞാനൊരു ഫ്യൂഷൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പായസം ഇറ്റാലിയൻ ഫുഡ് ഐറ്റം ആയിട്ടുള്ള പാസ്ത വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികളുടെ ഫേവറേറ്റ് ആയ പാസ്ത വെച്ചിട്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് അതിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പാസ്തയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ വേവിച്ചെടുക്കുന്ന സെയിം പ്രൊസീജിയറാണ്. പക്ഷേ ഇവിടെ ഓയിലിന് പകരമായിട്ട് ഞാൻ കുറച്ച് ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാസ്ത വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ വെള്ളം ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ശരിക്കും ഇളക്കിയിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പാസ്ത ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ മാക്രോണി ഷെൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പിലുള്ള പാസ്ത വേണേലും നമുക്ക് ഈ പായസത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ചെറിയ പാസ്ത ടൈപ്പുകളാണ് ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് തരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ടൈപ്പ് പാസ്ത ഇല്ലെങ്കിൽ പെന്നെ അല്ലെങ്കിൽ സ്പെഗറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഈ പാസ്ത നമുക്കിനി മാറ്റി വെക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ശരിക്കും ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന ഗീയും ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം ശരിക്കും ഇളക്കണം. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശരിക്കും ഇളക്കി കൊടുക്കുന്നത്. ഗീ ഒഴിച്ചതുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് ഒട്ടിപ്പിടിക്കത്തില്ല, എങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും. ഇവിടെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി അരക്കപ്പ് പാസ്തയെ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാവുന്നതാണ്. ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഇനി പാസ്ത ശരിക്കും വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാസ്ത ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പം കുറച്ചും കൂടി വേകാനുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. സാധാരണ പാസ്ത റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാസ്ത ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. പക്ഷേ ഇവിടെ നമ്മൾ പായസമാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ശരിക്കും വെന്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പാസ്ത ശരിക്കും വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഈ വേവിച്ച പാസ്ത ഇനി നമ്മൾ പാലിലിട്ട് വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും വെന്ത് പോയാൽ പാലിലിട്ട് വേവിക്കുമ്പോൾ വേവ് കൂടിപ്പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയുടെ വേവ് ചെക്ക് ചെയ്യാം. ഒരു സ്പൂണോ ഫോക്കോ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് ശരിക്കും കട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പാസ്ത വെന്തിട്ടുണ്ട് ശരിക്കും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഈ പാസ്ത നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ പാസ്ത ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് സ്ട്രെയിൻ ചെയ്ത സമയത്ത് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നിങ്ങളുടെ പാസ്ത ഓവർ കുക്കായെന്ന് തോന്നുവാണെങ്കിൽ ഈ സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പാസ്ത പായസം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഗീ ഒരുവിധം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പം കാഷ്യൂ നട്ട്സ് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കാഷ്യൂനട്ടും റേസിൻസും ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇവിടെ പാസ്ത പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സെയിം പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തോണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇതിലോട്ട് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം.
ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാല് നമുക്കൊന്ന് ശരിക്കും തിളപ്പിച്ചെടുക്കാം. മുകളിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ പാൽ ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തത് ഇനി ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ പാലിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുക്ക്ഡ് പാസ്ത ഇട്ട് കൊടുക്കാം. ഈ പാസ്ത ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങളിങ്ങനെ പാസ്ത പായസം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റി. ഇവിടെ ശർക്കര യൂസ് ചെയ്യുമ്പം അതിന് വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് പാസ്തയുടെ ടേസ്റ്റ് വരത്തില്ല. ഇതെല്ലാം ശരിക്കും ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ മധുരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടുതൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാലും പാസ്തയും ഇവിടെ ശരിക്കും ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് ഹെവി ക്രീം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് സാഫ്രൺ സ്ട്രാൻഡ് ഇട്ട് കൊടുത്ത് ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ശരിക്കും ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. പാസ്തയും പാലും ശരിക്കും മിക്സായി ആ ഒരു ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലും പാസ്തയും ഏലക്കാപ്പൊടിയും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സാഫ്രൺ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പായസത്തിന് തിക്നെസ് വരുന്നില്ലെങ്കിൽ 2 രീതിയിൽ നമുക്ക് തിക്നെസ് കൂട്ടാവുന്നതാണ്. ഒന്നാമത്തെ മെത്തേഡിൽ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് കുറച്ച് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ പാൽ ചൂടാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴും പാസ്ത പായസത്തിന് ഒരു തിക്നെസ് കിട്ടും. ഇതിലോട്ട് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ശരിക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഈ പായസം സെർവ് ചെയ്യുന്നത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ്. ചൂടുള്ള പായസത്തിൻ്റെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നിടം വരെ താങ്ക് യു.